ഹലോ ഗെയ്സ്, YTVയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ട്രാവൽ വീഡിയോയാണ്. ഇന്നിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷൻ്റെ അവിടെയാണ്. ഈ എറണാകുളത്തെ നൈറ്റ് ലൈഫ്, ബാക്ക് വേയിലൂടെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വല്ലാർപാടം കന്നാരം റോഡിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ കാഴ്ചകൾ നമുക്ക് കാണാം. വളരെ മനോഹരമാണ് കൊച്ചിയുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പ്രധാന വാണിജ്യ പാർപ്പിട വികസനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഓഫീസ് കെട്ടിടങ്ങളും ബഹുനില കെട്ടിടങ്ങളും രണ്ട് സൈഡും കോൺക്രീറ്റ് കാടുകൾ തന്നെ തീർത്തിരിക്കുന്നു എന്ന് പറയാം. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ വരുന്നവർക്ക് വളരെ ഒരു കുളിര് പകരുന്ന കാഴ്ചകളാണ് ഈ രണ്ട് സൈഡ് നോക്കിയാൽ നമുക്ക് കാണുന്നത്. പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ വളരെ വലിയ കെട്ടിട സമുച്ചയമാണ് നമ്മളിപ്പോൾ നേരെ നോക്കുമ്പോൾ കാണുന്നത്. അത് വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ വലിയൊരു ബിൽഡിങ് തന്നെയാണ്. പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ആണ് ഇവിടെ കൂടുതലും വലിയ പാർട്ട്ണർഷിപ്പുകളെല്ലാം. കോസ്ത്രീ പാലത്തിലേക്ക് തിരിയുന്ന മെയിൻ റൗണ്ട് ജംഗ്ഷനിൽ നമ്മളെത്തി. നേരെ കോസ്ത്രീ പാലത്തിലേക്ക് നമ്മൾ കയറുകയാണ്. കോസ്ത്രീ പാലം എന്ന് പറഞ്ഞാൽ 3 പാലങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ കോസ്ത്രീ പാലം. വല്ലാർപാടം, മുളവുകാട്, വില്ലിംഗ്ടൺ ഈ ദ്വീപുകളെല്ലാം ബന്ധിപ്പിക്കുന്ന വളരെ വലിയൊരു പാലം തന്നെയാണിത്. ഈ കോസ്ത്രീ പാലത്തിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മെയിൻലാൻഡിനും ബോൾഗാട്ടിക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഫെറി സർവീസുകളും ബോട്ടുകളും കൊച്ചിയിലെ ജലപാതകളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നതാണ്. ശരിക്കും ബോൾഗാട്ടി ദ്വീപിലേക്കുള്ള കാഴ്ച പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ചരിത്രപരമായ മനോഹാരിതയുടെ സമ്പൂർണ്ണ സംയോജനം തന്നെയാണ്. ഇനി ഈ കോസ്ത്രീ പാലം ഇറങ്ങിക്കഴിഞ്ഞാലോ കൊളോണിയൻ വാസ്തുവിദ്യയുടെ അവശിഷ്ട കൊട്ടാരം നിലനിന്നിരുന്ന പഴയ നമ്മുടെ ബോൾഗാട്ടി പാലസിലേക്ക് ആണ് നമ്മൾ തിരിയുന്നത്. ഈ റോഡ് തിരിയുന്നത് ബോൾഗാട്ടി പാലസ് റോഡിലേക്ക് തന്നെയാണ്. പക്ഷെ എന്നാൽ പഴയ ആ ഒരു ബോൾഗാട്ടി പാലസ് ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ശരിക്കും ഈന്തപ്പനകളും ഭംഗിയുള്ള പുൽത്തടികളൊക്കെ നിറഞ്ഞ ഒരു വലിയ ആഡംബര ഹോട്ടലാണ്. അത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ ഗ്രാൻഡ് ഹയാത്താണ്. ഇന്നത്തെ വലിയൊരു സർപ്രൈസ് തുടങ്ങുന്നതും അവിടെ തന്നെയാണ്. ചേട്ടാ, ഇത് ഗ്രാൻഡ് ഹയാത്ത് അല്ലേ? അതെ. എന്താ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? അതാണ് ഒരു സർപ്രൈസ്, കണ്ടോളൂ. ഇതിനകത്തേക്കാണോ നമ്മൾ കയറുന്നത്? എന്താ ചേട്ടാ സർപ്രൈസ്, ഒന്ന് പറഞ്ഞേ, എന്താ ഇത്? ഇങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഗ്രാൻഡ് ഹയാത്തിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയാണ് സർപ്രൈസ് കാണാൻ പോകുന്നത്. ഒരാൾക്ക് ഇപ്പോഴും കാര്യം എന്താണെന്ന് പിടിയിട്ടില്ല അല്ലേ? നിനക്ക് മനസ്സിലായ കാര്യം? ഇല്ല ചേട്ടൻ പറ, എന്താ കാര്യം എന്താന്ന് പറ. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് പോകാന്നേ.
എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇവിടെയൊക്കെ. പരിസരമൊക്കെ കാണുന്നതിന് ആർക്കും ടാക്സ് കൊടുക്കണ്ടല്ലോ. അത് മാത്രമേ കാണിക്കുള്ളൂ എന്നാ. വളരെയധികം സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കാര്യം വെച്ചാൽ ഗ്രാൻഡ് ഹയാത്തിലേക്ക് കയറുന്ന കാര്യം വൈഫിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്കും ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട്. ആ ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് സ്കീമുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു പാക്കേജാണ്. 599 രൂപക്ക് അൺലിമിറ്റഡ് ചായയും സ്നാക്സും നമുക്കിവിടെ ലഭിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ ഗ്രാൻഡ് ഹയാത്തിലൊക്കെ വന്ന് കയറണം എന്നുള്ളതല്ലേ. എൻട്രൻസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇവിടെ 3 മണി തൊട്ട് 7 മണി വരെയാണ് ടീ ടൈം എന്നാണ് അറിഞ്ഞത്. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ ആ ഒരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നൈറ്റ് സമയത്ത് ഇവിടുത്തെ ക്യൂൻ വാക്കിംഗ് വേ ഒക്കെ നമുക്കൊന്ന് കണ്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാണ്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൻ്റെ എൻട്രൻസിലെത്തി. സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വളരെ അടിപൊളി ഒരു സ്ഥലമാണ്. കണ്ണിന് ഇമ്പമാറുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് വന്ന് തന്നെ കാണേണ്ടത് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. എന്ത് ഭംഗിയാൽ ചേട്ടായി കാണാനായിട്ടിത്. പിന്നെ അല്ല, കേരളത്തിലെ നമ്പർ 1 5 സ്റ്റാർ ഹോട്ടലല്ലേ, ഭംഗി ഇല്ലാതിരിക്കുമോ? എന്തായാലും കയറിയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്, ഒന്നും പറയാനില്ല. വളരെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ശരിക്കും പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചനെ കൂടി കൊണ്ടുവരേണ്ടതാണ്. അത് വളരെ വലിയൊരു ആഗ്രഹമാണ്. എന്തായാലും കൊണ്ടുവന്നിരിക്കും. എന്തായാലും നമുക്കിവിടെ സംഭവങ്ങളൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഒരു മലയാളി പയ്യനുണ്ട്. എന്താണ് പേരെന്താണ്? റോബർട്ട്. ഞാൻ റോബർട്ടിനെ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ഞങ്ങളിവിടെ ലോബിയിൽ വന്നിരുന്ന് ചിക്കൻ സമൂസയും പഴംപൊരിയും ചായയൊക്കെ കഴിച്ച് വളരെ നേരം വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുകയുണ്ടായി. നല്ല ഒരു വൈബ് തന്നെയാണ് ആ ഒരു ഈവനിങ് വ്യൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ്. 599 പാക്ക് നമ്മൾ മാക്സിമം ആസ്വദിച്ചു. എന്താ ഒരു ഭംഗി നോക്കി. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ആസ്വദിച്ചിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളെപ്പോഴും ഇതൊക്കെ വലിയ വലിയ കാശുകാർക്ക് മാത്രമുള്ള ഏരിയ ആണ് എന്നും പറഞ്ഞൊക്കെ നമ്മൾ തള്ളിക്കളയാറുണ്ട്. നമ്മളെല്ലാവരും ഇത് ശരിക്കും പറഞ്ഞാൽ വന്ന് ആസ്വദിക്കണം. അതിനൊക്കെ ഒരു പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആ ഒരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അത് എന്താ ഒരു രസം നോക്കി. വളരെ നല്ലൊരു വൈബ്. ഇത് അപ്രതീക്ഷിതമായിട്ട് വന്നതായിരുന്നു കേട്ടോ ഞങ്ങൾ. അല്ലെങ്കിൽ ഒരു പക്ഷേ അപ്പച്ചനും അമ്മച്ചനെയൊക്കെ ആയിട്ടൊക്കെ എല്ലാം വന്നമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഇവിടെ. രുചി എന്ത് പറയണം? വലിയൊരു സർപ്രൈസ് ആയി പോയിട്ടാ. ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനൊരു വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എറണാകുളം മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനൊരു സർപ്രൈസിൽ ചേട്ടൻ തരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തായാലും ഹാപ്പിയാണ് ഞാൻ. ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. എന്തായാലും അത് നടന്നു. താങ്ക് യു ഡിയർ. അങ്ങനെ വളരെ നല്ലൊരു സായാഹ്നം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 5 സ്റ്റാർ ഹോട്ടലുകളിലൊന്നായ ഗ്രാൻഡ് ഹയാത്തിൽ ആസ്വദിക്കാൻ സാധിച്ചു. നിങ്ങളേവരും ഈ ഒരു ലോ ബഡ്ജറ്റ് സ്കീം യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തണം. ഈ ഒരു സൗകര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആസ്വദിക്കണം തീർച്ചയായും. അതിനുശേഷം കൊച്ചിയിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാവുന്നതാണ്. എന്തായാലും നമുക്കുടനെ
ക്യൂൻ വാക്കിംഗ് വേയിലേക്ക് പോവാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കൊച്ചിയുടെ സൗന്ദര്യം അവോളം നിറഞ്ഞു നിൽക്കുന്ന ക്യൂൻ വാക്ക് വേയിൽ എത്തിയിരിക്കുകയാണ്. ക്യൂൻ വാക്ക് വേയിലെ രാത്രി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്ക് വേ തന്നെയാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. ഒരു സൈഡ് കായലോരത്തിൻ്റെ ഭംഗിയും മറു സൈഡ് പച്ചപ്പുണ്ട്. വളരെ മനോഹാരിത തീർത്ത വളരെ നല്ലൊരു അടിപൊളി പാർക്ക് തന്നെയാണ്. വിദേശികളും സ്വദേശികളുമായിട്ട് ഒട്ടേറെ ആൾക്കാർ വന്നു പോകുന്നൊരിടം കൂടിയാണത്. ഏകദേശം 120ഓളം ബെഞ്ചുകൾ ഈ ഒരു പാർക്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നേ 1/4 കിലോമീറ്ററോളം വാക്കിംഗ് വേ ഉള്ള ഒരു പാർക്ക് കൂടിയാണിത്. രാത്രി വളരെ വൈകിയും ഒട്ടേറെ ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വിജയാണെന്ന് ബെഞ്ചിൽ വന്നിരിപ്പായി. എന്താണ് പറയാനുള്ളത് ഈ കൊച്ചിയുടെ ഈ വാക്കിംഗ് വേനെ കുറിച്ച്? വളരെ നല്ല അഭിപ്രായം. ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്ലേസാണ്. രാത്രി ആയാലും നമുക്ക് വന്നിരിക്കാം. നല്ല കാറ്റും എല്ലാം ഉണ്ട്. ക്യൂൻസ് വാക്ക് വേ എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ ഈ മനോഹരമായിട്ടുള്ളൊരു പാർക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ ഗോശ്രീ ചാത്തിയാത്ത് റോഡ് മുതൽ ചാത്തിയാത്ത് പള്ളി വരെ നീളുന്ന ഏകദേശം 1.8 കിലോമീറ്റർ നീളമുള്ള ഒരു വാക്കിംഗ് വേ ആണ്. വളരെ മനോഹരമാണ്. ഐ ലവ് കൊച്ചി എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു റെഡ് കളറിലെ നല്ലൊരു ഭംഗിയാണ് സന്ധ്യസമയത്തൊക്കെ കാണുവാനായിട്ട്. പൂർണ്ണമായും ഓട്ടോമാറ്റഡായ ഈ നടപ്പാത അതിൻ്റെ മനോഹരമായ കടൽത്തീര കാഴ്ചകൾക്ക് പേരുകേട്ടതാണ്. പ്രത്യേകിച്ച് സൂര്യാസ്തമയ സമയത്ത് നന്നായി പരിപാലിക്കുന്ന ലൈറ്റിംഗ് സംവിധാനങ്ങളും ഇവിടെ വളരെയധികം നമ്മൾക്ക് കാഴ്ചയ്ക്ക് മനോഹാരിത നൽകുന്നു. അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ്, ഹൈബീഡൻ ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ ജിമ്മ്, അതിൻ്റെ ഒരു ബോർഡും ഇവിടെ കാണാം നമുക്ക്. അത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ആളുകൾക്ക് വിശ്രമത്തിനും വ്യായാമത്തിനും വിനോദത്തിനും ഒക്കെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് നൽകി തന്നെയാണ് ഈ ഒരു ജിമ്മും പരിപാലിച്ചു വരുന്നത്. എന്തായാലും എല്ലാം കൊണ്ടും മനോഹരമായ ഒരു വാക്ക് വേ തന്നെയാണ്. വിശ്രമത്തിനായിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇവിടെ വരണം. കൊച്ചിയുടെ ഈ ഒരു മനോഹാരിത എല്ലാവരും ആസ്വദിച്ചിരിക്കണം. നല്ല ഒരു സായം സന്ധ്യ. ഇവിടെ വളരെ ലേറ്റായിട്ടും ആൾക്കാർ വരുന്നൊരു സ്ഥലം തന്നെയാണ്. നൈറ്റ് ലൈഫ് വളരെ മനോഹരമായിട്ട് തന്നെ പരിപാലിക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു കൊച്ചിയുടെ ഈ ഒരു ഏരിയ. എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മളുടെ ഈ ഒരു കൊച്ചി നൈറ്റ് ലൈഫ് ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടായി. വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച ഒരു ട്രാവൽ വ്ളോഗ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും കൊച്ചിയിൽ വരുമ്പോൾ ഈ ഒരു സംവിധാനങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാവൽ വ്ളോഗ് ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.